നെടുമ്പാശ്ശേരി ലഹരിക്കടത്ത് കേസിൽ ബ്രസീലിയൻ ദമ്പതികളുടെ ജീവൻ പണയം വെച്ചുള്ള യാത്ര 3 ലക്ഷത്തിന്റെ കമ്മീഷന് വേണ്ടിയെന്ന് DRI. ലഹരിക്കടത്ത് സംഘം വാഗ്ദാനം ചെയ്തിരുന്നത് 1.5 ലക്ഷം രൂപയാണ്. ലഹരി കൈമാറേണ്ട ആളിന്റെ വിവരങ്ങൾ ബ്രസീലിലെ സംഘം നൽകിയില്ലെന്നും പ്രതികൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ 3 ലക്ഷത്തിന്റെ കമ്മീഷൻ, അതോടൊപ്പം ഈ ലഹരി കൈമാറേണ്ട ആളുകളുടെ വിവരം നൽകിയില്ലെന്ന മൊഴി, ഇത് പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കാമോ? വിപണിയിൽ 16 കോടി രൂപ വില വരുന്ന കൊക്കെയിനാണ് ഇരുവരും വിഴുങ്ങിയത്. പക്ഷേ ഇത് ഉടനെ തന്നെ നെടുമ്പാശ്ശേരി പോലീസിന്റെ കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ഇരുവരെയും പിടികൂടുകയും ഇതെല്ലാം പുറത്തെടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ മൊഴി പ്രകാരം 3 ലക്ഷം രൂപയാണ് ഓരോരുത്തർക്ക് രണ്ടുപേർക്കും കൂടി ലഭിക്കുന്നത്. അതായത് ഒരാൾക്ക് 1.5 ലക്ഷം രൂപ. ഇത്രയും ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ബ്രസീലിൽ നിന്നും കേരളത്തിലെത്തി ഈ ലഹരി ഇവിടെ നൽകി കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയാണ് ലഭിക്കുന്നതെന്ന് പറയുന്ന ഇവരുടെ മൊഴി പോലീസ് പൂർണ്ണമായും RDI പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതിലിപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത് ആർക്കാണ് ഈ ലഹരി എത്തിച്ചത് എന്ന ചോദ്യത്തിനും അവർ പറയുന്നത്, അതിൽ ഞങ്ങളോട് ആർക്കാണ് ഇത് നൽകേണ്ടതെന്ന് വ്യക്തത പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിൽ എത്തിയ ശേഷം ഈ ബ്രസീലിലുള്ള ആളുകളെ, അതായത് അവരെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് അയച്ച ആളുകളെ വാട്സപ്പിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഇത് എത്തിക്കേണ്ടതെന്ന വിവരം നൽകുമെന്നാണ് ഈ പിടിയിലായ ദമ്പതികൾ പറയുന്നത്. അതുപോലും അന്വേഷണ സംഘത്തിന് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിലെ രഹസ്യമായിട്ടുള്ള ചില വിവരങ്ങൾ, ഡിലീറ്റ് ചെയ്ത വിവരങ്ങൾ തിരിച്ചെടുക്കുവാനും ആണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ഒപ്പം വിദേശ പൗരന്മാരായതിനാൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിൽ പോലും ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നീണ്ടതിനു ശേഷം, ഇവരുടെ ഫോണിന്റെ പരിശോധനയുടെ ഫലമടക്കം അറിഞ്ഞതിന് ശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുകയോ അല്ലെങ്കിൽ ജയിലിലെത്തി സന്ദർശിച്ച് നേരിട്ട് ഇവരിൽ നിന്ന് മൊഴിയെടുക്കുകയോ ചെയ്യുമെന്നാണ് ചോദിച്ചറിയുകയോ ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ദമ്പതികൾ എത്തുകയും ഇവർ ഇങ്ങനെ ലഹരി ഗുളിക കഴിച്ചിട്ടുണ്ടെന്ന വിവരം പോലും രഹസ്യ സംഘത്തിന് ലഭിക്കുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി 3 ദിവസത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് ഇതെല്ലാം പുറത്തെടുക്കാനും കഴിഞ്ഞത്. 163 ഗുളികകളാണ് ഇവർ വിഴുങ്ങിയത്. ഇത് 1.67 കിലോ കൊക്കെയിനാണുള്ളത്. 16 കോടി രൂപയാണ് ഇത് വിപണിയിലെ വില എന്നുകൂടിയാണ് DRI സംഘം വ്യക്തമാക്കുന്നത്. നവമി, നമുക്കറിയാം ഇതിന് മുൻപ്, അതായത് കഴിഞ്ഞ വർഷം ഈ ടാൻസാനിയൻ യുവാക്കൾ, ഒരു യുവതി അടങ്ങുന്ന സംഘം സമാനമായ രീതിയിൽ 30 കോടി രൂപ വിലമതിക്കുന്ന കൊക്കെയിൻ അത് വയറ്റിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതാണ്. പിന്നീട് ആ തൊണ്ടി മുതൽ കണ്ടെത്താൻ പോലീസ്, ഈ കസ്റ്റംസ് ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. സമാനമായ ഒരു കേസ്, അതായത് ഇതുപോലെ തന്നെ നവമി സൂചിപ്പിച്ചതുപോലെ 16 കോടിയുടെ കൊക്കെയിൻ, അതും 3 ലക്ഷം രൂപ കമ്മീഷൻ. ഇവിടെ ഈ പ്രതികളുടെ ഈ മൊഴികളിൽ പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്, പല ദുരൂഹതയുമുണ്ട്. പ്രത്യേകിച്ചും രാജ്യാന്തര ലഹരി മാഫിയകൾ കേരളത്തെ വലിയൊരു വിപണിയാക്കുന്നു. മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളത് സാധാരണ, കാരണം ഈ സിന്തറ്റിക് ഡ്രഗുകൾ വ്യാപകമായി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ വിപണനം നടക്കുന്നു. ഇതിൻ്റെ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ ലഹരി ഒഴുകുന്നു. അതായത് കേരളത്തിലെ വലിയൊരു ലഹരി മാഫിയ ഇതിന് പിന്നിലുണ്ടെന്ന് DRI സംശയിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനി അന്വേഷണം ഏത് തലങ്ങളിലേക്കായിരിക്കും നീങ്ങുക? തീർച്ചയായിട്ടും. കാരണം അതിസാഹസികമായി ഇവർ ഈ ഗുളിക വിഴുങ്ങി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി. ഹോട്ടൽ മുറി പോലും നേരത്തെ അവർക്ക് ബുക്ക് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ അവർക്ക് വലിയ പിന്തുണയുണ്ട്. അല്ലെങ്കിൽ ഇവർ സ്ഥിരം ലഹരി ഇങ്ങനെ ഈ രീതിയിൽ എത്തിക്കുന്ന വലിയ സംഘങ്ങൾ തന്നെ ഉണ്ടെന്ന് ഇതിൽ നിന്നുമൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയും. കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണോ ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം? അവിടെ എത്തിയിട്ടാണോ ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്? അതോ ഇത് ശേഖരിക്കുന്നതിന് വേണ്ടി തന്നെ അവിടേക്ക് ആൾ വരുമോ എന്നതിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിലൊക്കെ
ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഈ വിദേശ പൗരന്മാരായതിനാൽ ചോദ്യം ചെയ്തതിലൊക്കെ ഒരു പരിമിതി കൂടിയുണ്ട് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഫോൺ പരിശോധനയിലടക്കം അതിന്റെ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കുവാൻ പോലും അന്വേഷണ സംഘത്തിന് കഴിയുകയുള്ളൂ. ഈ ദമ്പതികളുടെ മൊഴി പ്രകാരം ഈ 3 ലക്ഷം രൂപയാണ് അവർക്ക് കമ്മീഷനായി ലഭിക്കുന്നത്, ഒരാൾക്ക് 1.5 ലക്ഷം രൂപ, ഇങ്ങനെയുള്ള കണക്കുകളാണ് പറയുന്നത്. അത് തിരുവനന്തപുരത്ത് എത്തി ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് പോലും അവർക്ക് അറിയില്ല. അത് ബ്രസീലിൽ നിന്നുള്ള ഇവരെ ഇങ്ങോട്ടേക്ക് അയച്ച സംഘത്തിലുള്ളവരെ വാട്സപ്പിലൂടെ വിളിച്ചാൽ മാത്രമേ ഇവിടെ ആർക്കാണ് അത് നൽകേണ്ടത് എന്നതിലൊക്കെ ഒരു വിവരം തങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ദമ്പതികൾ ആവർത്തിച്ച് പറയുന്നത്. ഇത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ ലഹരിയുടെ ഒഴുക്ക് ശക്തമാകുന്നു എന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും. നേരത്തെ തന്നെ നമ്മൾ പലതവണ കേട്ടതാണ്. പ്രത്യേകിച്ച് ബംഗളൂരു, ഡൽഹി പോലുള്ള നഗരങ്ങളിൽ നിന്നുമാണ് കൂടുതൽ ലഹരി എത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. അന്വേഷണ സംഘം അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നൽകുന്ന സാഹചര്യത്തിൽ ഈ ബ്രസീലിയൻ ദമ്പതികൾ നേരത്തെ നമുക്കറിയാം ടാൻസാൻ സംഘം ഇതുപോലെ ഇവിടെ എത്തി സമാനമായ രീതിയിൽ ഗുളിക വിഴുങ്ങി അത് പിന്നീട് പോലീസ് കണ്ടെത്തി ഇവരെ കോടതിയിലൊക്കെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ പോയി. സമാനമായ രീതിയിൽ തന്നെയാണ് ഇവരും ബ്രസീലിൽ നിന്നുള്ള സംഘവും ദമ്പതികളും എത്തിയത്. ഇതും ഇവരെ ഇപ്പോൾ രഹസ്യവിവരത്തെ തുടർന്നാണ് ഇവരെയൊക്കെ പിടികൂടാൻ കഴിഞ്ഞത്. അങ്ങനെ പോലീസിന്റെ ഒക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എത്രമാത്രം ലഹരിയാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത് എന്നതിൽ ഇപ്പോഴും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ DRI സംഘങ്ങളുടെ ഒക്കെ പരിശോധന ആ രീതിയിൽ ശക്തമായി തന്നെ തുടരുന്നുമുണ്ട്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.